ഏറ്റവും മനോഹരമായ ഒരു യാത്രയ്ക്ക് നമ്മളിന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാളികമുറിയിൽ പരിശുദ്ധ കുർബാനയും പൗരോഹിത്യവും ക്രിസ്തു സ്ഥാപിക്കുന്ന ഏറ്റവും ധന്യമായ ആ നാളിനെ ഓർക്കുന്ന ഏറ്റവും പരിശുദ്ധമായ ഒരു സായാഹ്നം. ആ സായാഹ്നത്തിലാണ് ഇന്ന് നാം ദൈവത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അവൻ്റെ പാദം കഴുകൽ ശുശ്രൂഷയും പരിശുദ്ധ കുർബാന സ്ഥാപിക്കലും നാം കാണുന്നുള്ളൂ. ഇപ്പോഴും സംശയമായി നിൽക്കുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്തു പെസഹ രാത്രിയിൽ ശിഷ്യന്മാരുടെ കാല് കഴുകിയത്? ഒരു എളിമയുടെയോ ഒരു സ്നേഹത്തിൻ്റെയോ ഒക്കെ വെളിപ്പെടുത്തലാണെങ്കിൽ മറ്റ് പല രീതിയിൽ കാണിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു ഭക്ഷണമേശയ്ക്കിടയ്ക്ക് കൂടെ ഇരുന്ന 12 പേരുടെയും മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കാല് കഴുകി അവൻ അതിനെ തുടച്ച് വൃത്തിയാക്കിയത്? ഇതിനൊരു ചരിത്രമുണ്ട്. ഇത് വെറുതെ ഒരു ആക്ഷനല്ല, മറിച്ച് ഇതിനൊരു കാലത്തിൻ്റെ ഒരു ഇടപെടൽ കൂടിയുണ്ട്. ആ കാലഘട്ടത്തിലുള്ള 12 ശിഷ്യന്മാർക്ക് ഇത് കൃത്യമായി മനസ്സിലാകും. അത് കാര്യം ഇതാണ്: യേശുവിൻ്റെ കാലത്ത് ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചടങ്ങുകൾക്കോ ഒരാൾ വിളിക്കുമ്പോൾ ഈ വിളിക്കപ്പെട്ട ആൾ ചെല്ലുന്ന പതിവുണ്ട്. നമ്മളെയൊക്കെ പോലെ തന്നെയാണ്. ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഗസ്റ്റിനെ വിളിക്കുമ്പോൾ ഇവരെല്ലാവരും ആ ഫംഗ്ഷന് പോകുമ്പോൾ കുളിച്ചിട്ടാണ് പോകുന്നത്. കുളിച്ച് വൃത്തിയായി നമ്മളൊക്കെ പോകുന്ന പോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് തന്നെയാണ് അവർ പോകുന്നത്. പക്ഷേ ആ യൂദയ പ്രദേശത്തെ ഒരു പ്രത്യേകത, പൊടിപടലം ഏറ്റവും അധികമുള്ള ഒരു നാടാണ്. ആ ഒരു നാട്ടിൽ ഇവർ നടന്നു പോകുമ്പോൾ ഇവിടെ ശരീരം ശുദ്ധീകരിക്കും, പക്ഷേ പൊടിപടലത്തിൽ നടന്ന് ഇവിടെ കാല് അഴുക്കുകൊണ്ട് നിറയും. ഈ അഴുക്ക് നിറഞ്ഞു നിൽക്കുമ്പോൾ വീട്ടിനകത്തേക്ക് കയറാൻ പറ്റില്ല. ആ സമയത്ത് വിളിച്ചയാൾ ആദ്യം വീട്ടിൻ്റെ മുറ്റത്ത് പടിവാതിൽക്കൽ 2 അടിമകളെ നിർത്തിയിട്ടുണ്ടാവും. ഈ അടിമകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും താഴേക്കിടുന്ന അടിമകളാണ്. അതിൽ ഒരാൾ അല്പം ഉയർന്ന അടിമ, ഒരാൾ അതിനേക്കാളും താഴ്ന്ന അടിമ. ഇങ്ങനെ 2 അടിമകൾ ഈ വാതിലിന് പുറത്തുണ്ടാവും. ഓരോ ഗസ്റ്റ് വരുമ്പോഴും അടിമകളിലെ അല്പം ഉയർന്ന ആൾ ഗസ്റ്റിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കും, ചെരുപ്പ് ഊരും. ആ വാറഴിച്ച് കഴിയുമ്പോൾ ഏറ്റവും താഴേക്കിടയിലെ അടിമ ഈ ഗസ്റ്റിൻ്റെ കാല് കഴുകും, വെള്ളം കൊണ്ട് കഴുകും, എന്നിട്ട് തുടയ്ക്കും. എന്നിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. ഈ 2 അടിമകളുടെയും ജോലി അതാണ്. വരുന്ന ഗസ്റ്റിൻ്റെ എല്ലാവരുടെയും ചെരുപ്പ് ഊരി ഏറ്റവും താഴേക്കിടയിലെ അടിമ ആ കാല് കഴുകി തുടയ്ക്കണം. ഇങ്ങനെ ഒരു സംഭവം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു പരസ്യ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്നാപയോഹനൻ പറഞ്ഞൊരു വാക്കുണ്ട്: എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തനാണ്, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ആ വാക്ക് പറഞ്ഞ സ്നാപയോഹനാനാണ്. എന്ന് വെച്ചാൽ ഒരു അടിമയെ കണക്ക് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, അടിമയുടെ അത്ര യോഗ്യത പോലും എനിക്കില്ല എന്ന് യേശുവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട ഒരാളാണ് സ്നാപയോഹനാൻ. അങ്ങനെ പറഞ്ഞ് സ്നാപയോഹനാൻ തന്നെ മാറ്റിയപ്പോൾ സ്നാപയോഹനാൻ ഉദ്ദേശിക്കുന്ന അടിമ ആരെന്ന് മനസ്സിലായോ? അതായത് വീട്ടുമുറ്റത്തുന്ന 2 അടിമകളിൽ അല്പം ഉയർന്ന അടിമയാണ്, പക്ഷെ അതിൽ സെക്കൻഡ് ഗ്രേഡുള്ള അടിമ. എന്നാൽ പരസ്യജീവിതം അവസാനിക്കുന്നിടത്ത് യേശു പറഞ്ഞില്ല, ചെയ്ത് കാണിച്ചു. ഏറ്റവും താഴേക്കിടയിലെ അടിമയുടെ സ്വഭാവം കാല് കഴുകി തുടയ്ക്കുക എന്ന് വെച്ചാൽ ക്രിസ്തു തന്നെ ഏറ്റവും താഴേക്കിടയിലെ അടിമയാക്കി മാറ്റി. അടിമയാക്കി മാറ്റിയെന്ന് മാത്രമല്ല, അവൻ സ്നേഹത്തിന് വേണ്ടി അത്രത്തോളം താഴ്ന്നിറങ്ങാൻ തയ്യാറായി. അതാണ് ഈ രാത്രി സംഭവിച്ചത്. ഒരു ഗുരു എല്ലാത്തിനേക്കാളും ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒരു ലാസ്റ്റ് സപ്പറിൽ തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവരുടെയും തള്ളിപ്പറയാൻ പോകുന്നവരുടെയൊക്കെ കാല് കഴുകി. ഇതിനേക്കാളും വലിയ സ്നേഹത്തിന് മറ്റൊരിടം എന്താണ്? എനിക്ക് തോന്നുന്നു തന്നെ അടിമയാക്കിക്കൊണ്ട് തന്നെ താഴേക്കിടയിൽ ഒരാളാക്കിക്കൊണ്ട് ക്രിസ്തു ഇങ്ങനെ ചെയ്തപ്പോൾ ഇവിടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവില്ലേ? പറയാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ടാണ് യൂദാസ് ഇത്രമാത്രം ക്രൂരമായൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവരൊക്കെ തിരിച്ചു വന്നത്. സ്നേഹത്തിന് മുമ്പിൽ ആർക്കും തിരിച്ചു വരാനിരിക്കാൻ പറ്റില്ല എന്ന ഓർമ്മപ്പെടുത്തൽ ഈ രാത്രി നൽകുന്നുണ്ട്. നമ്മളൊക്കെ അടിമയെപ്പോലെ ജീവിക്കേണ്ടി വരുമ്പോഴും സ്നേഹത്തിന് വേണ്ടി എത്രത്തോളം താഴേണ്ടി വരുമ്പോഴും നമ്മൾ വിട്ട് അകന്നു പോകുന്ന ചില മനുഷ്യരില്ലേ, അവരൊക്കെ തിരിച്ചു വരും. അതാണ് ഈ രാത്രിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. മോശയുടെ കാലത്ത് അഹ്റോൻ്റെയും കൂടെയുള്ളവരുടെ കാല് കഴുകിയ ഒരു രീതി ഉണ്ടായിരുന്നു. അതിന് കാരണം ദൈവത്തിൻ്റെ നിർദ്ദേശമാണ്. പുരോഹിതനാക്കും തൊട്ട് മുമ്പ് കാല് കഴുകണം. അങ്ങനെ അഹ്റോൻ്റെയും കൂടെയുള്ളവരുടെയും കാലെന്ന് മോശ കഴുകിയിട്ടുണ്ട്. അതിൻ്റെയും കൂടി ഓർമ്മയാണ് ക്രിസ്തു ഇവിടെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവരെ പുരോഹിതന്മാരാക്കി തീർത്തു. അന്ന്
കാല് കഴുകിയാണ് അവരെ പുരോഹിതന്മാരാക്കിയത്. ക്രിസ്തു ഇവിടെ ആ പഴയ നിയമത്തിൻ്റെ ഒരു പുനരാവർത്തനം നടത്തി. അവരെ പൗരോഹിത്യം സ്ഥാപിക്കും മുമ്പ് പുരോഹിതരെ അഭിഷേകം ചെയ്തു. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠന്മാരാക്കി തീർത്തിട്ടാണ് ക്രിസ്തു തൻ്റെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തിന് വേണ്ടി തോറ്റു കൊടുക്കുന്ന ഒരു ക്രിസ്തുവിനെ മാത്രമല്ല, ഏറ്റവും മനോഹരമായിട്ട് കാല് കഴുകി പൗരോഹിത്യം സ്ഥാപിച്ചൊരു ക്രിസ്തുവിനെ കൂടിയാണ്. കുറവുള്ള മനുഷ്യരാണെന്ന് അറിഞ്ഞിട്ടും ക്രിസ്തു അവരുടെ കാലുകൾ കഴുകി അവർ പൗരോഹിത്യ ഗണത്തിലേക്ക് ഉയർത്തി. ഇതാണ് ഓരോ പുരോഹിതൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നത്. മേന്മയുള്ളതിനെയും കൂടിയതിനെയും മുന്തിയതിനെയും തിരഞ്ഞെടുക്കുന്നതല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ. എന്നാൽ ഏറ്റവും മോശപ്പെട്ടതിനെ, വീണു പോകാൻ സാധ്യതയുള്ളതിനെ, ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളതിനെ മൺപാത്രത്തിലാണ് ദൈവം തൻ്റെ നിധി ഒളിപ്പിച്ചു വെച്ചത്. കാരണം ദൈവത്തിനറിയാം, കുറവുള്ളവ ഒരിക്കലും എന്നെ വിട്ടു പോവില്ല, അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിൻ്റെ ഈ നല്ല നാൾ ഓർക്കുമ്പോഴും ഓർക്കേണ്ടത് എല്ലാ പുരോഹിതരെയുമാണ്. എന്തുകൊണ്ട് പുരോഹിതരുടെ ജീവിതത്തിൽ ചില കുറവുകൾ കാണപ്പെടുന്നു വെച്ചാൽ, ഈ കുറവുള്ളതിനാണല്ലോ ദൈവം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് എല്ലാ കാലത്തും പൗരോഹിത്യത്തിൽ ചില കുറവുകളൊക്കെ മനുഷ്യർ കണ്ടെന്ന് വരും. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. കാര്യം ദൈവത്തിനറിയാം, ഒരവസാന നിമിഷത്തിൽ തനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവരൊന്നും കൂടെ ഉണ്ടാകും. ചില കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ പലരെയും നിറവുള്ളവരാക്കേണ്ടവരാണ്. അതുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. കൂദാശകൾ നൽകി അവർ പരിശുദ്ധ കുർബാന നൽകി ക്രിസ്തു അവരെ ബലപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ രാത്രി സ്നേഹത്തിന് വേണ്ടി അടിമപ്പെട്ട ഒരാളെ മാത്രമല്ല, സ്നേഹത്തിന് വേണ്ടി പൗരോഹിത്യം സ്ഥാപിച്ചൊരു ക്രിസ്തുവിനെ കൂടി നമ്മൾ ഓർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി കുറച്ചും കൂടി വെളിച്ചം നൽകുന്ന രാത്രിയാണ്. അടിമപ്പെടാൻ മനസ്സുണ്ടോ? സ്നേഹത്തിന് വേണ്ടി തോറ്റു കൊടുക്കാൻ തീരുമാനമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ക്രിസ്തു ഉയർത്തും. 12 ശിഷ്യന്മാരെ ക്രിസ്തു പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയതുപോലെ നിങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.